എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഉത്സവ ദിനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇന്നതിൻ്റെ വിധി വന്നിരിക്കുന്നു. ജനങ്ങൾ ആരാണ് ഞങ്ങളുടെ ജനപ്രതിനിധിയായി വേണ്ടത് എന്ന് ജനം തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF തരംഗം എന്ന് പറയാവുന്ന തരത്തിൽ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വീണ്ടും കെ സുധാകരനെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികം നമ്മുടെ കൂടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ യൂത്ത് വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. എങ്ങനെയാണ് എല്ലാ മണ്ഡലങ്ങളിലും എത്രത്തോളമാണ് UDFനോടൊപ്പം നിന്നതെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഫർസി, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിനുള്ള റിസൾട്ടാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിജയമെന്ന് പറയുന്നത്. കേവലം നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്തിനകത്തെ വർഗീയതയും ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന രൂപത്തിലേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ പടവെട്ടി പല എല്ലാ കഥകളും പറഞ്ഞുകൊണ്ട് പല രൂപത്തിലും അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്തിനകത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരത് ജോഡോ യാത്ര പോലെയുള്ള യാത്ര ഈ രാജ്യത്തിനകത്തെ കിലോമീറ്ററുകളോളം അദ്ദേഹം പദയാത്രയായി സഞ്ചരിച്ചുകൊണ്ട് തിരിച്ചു വന്നതിലൂടെയാണ് കോൺഗ്രസിൻ്റെ ഈ തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് ഇനിയും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും നിലവിലെ സാഹചര്യത്തിൽ കടന്നു വരാൻ സാധിക്കുമെന്നുള്ളതാണ് ആദ്യം തന്നെ പറയുവാനുള്ളത്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഞങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലവട്ടം, കേരളത്തിനകത്തെ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുമ്പോൾ 7 വർഷക്കാലം ഇവിടെ ഭരണം നടത്തി മുന്നോട്ട് പോയപ്പോൾ ഈ നാടിനകത്തെ സാധാരണക്കാർ മുഴുവൻ എല്ലാ രൂപത്തിലും കഷ്ടത അനുഭവിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിനെയൊന്നും തിരിഞ്ഞു നോക്കാത്ത രൂപത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതി മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെയുള്ള തിരിച്ചടിയാണ് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തിൽ പോലും കെ സുധാകരൻ ലീഡ് ചെയ്തുകൊണ്ട് 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ വന്നിരിക്കുന്നത്. കെ സുധാകരനെതിരെ വലിയ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ പല രൂപത്തിലും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ ഈ നാടിനകത്ത് ജനത തിരസ്കരിച്ചുകൊണ്ട് ആണ് കെ സുധാകരൻ. ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകളാണ് UDFന് ലഭിച്ചതെന്ന് പറയാൻ കഴിയുമോ, അതല്ല സ്ഥാനാർത്ഥിയുടെ മികവായി നമുക്ക് കാണാൻ കഴിയും? രണ്ടും ഒരു നാണയത്തിന് ഇരുവശമായി സൂചിപ്പിച്ചു വരുമ്പോൾ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒരുപോലെ തന്നെ പറയാൻ പറ്റും. ഒരു ഭാഗത്ത് 7 വർഷക്കാലത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതി കേരളം ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തോടുള്ള എതിർപ്പിനകത്ത് CPMന്റെ പ്രവർത്തകർ പോലും മാറ്റി വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. മട്ടന്നൂർ നിയമസഭാ മണ്ഡലം 63,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനകത്ത് ശൈലജ ടീച്ചർ മന്ത്രിയായി ജയിച്ചു വന്നൊരു മണ്ഡലത്തിനകത്ത് കേവലം 3,128 വോട്ടിന് മാത്രമാണ് ഇന്ന് LDF ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിന് തെളിവെന്താണ്? ഇവിടുത്തെ CPMന്റെ പ്രവർത്തകർ പോലും കെ സുധാകരനെ വോട്ട് ചെയ്തിരിക്കുന്നു. അത് ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരവും കെ സുധാകരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും തന്നെയാണ്. എത്രത്തോളമാണ് ഇപ്പം മട്ടന്നൂർ കൂടാതെ തന്നെ സ്വാഭാവികം നമുക്കറിയാം, ഇപ്പോൾ അഴീക്കോട്, തളിപ്പറമ്പ്, ധർമ്മടം, ഇങ്ങനെ എല്ലാ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പേരാവൂരൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ KM മാണിയുടെ അതായത് കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തരംഗമൊന്നും ഉണ്ടായില്ല. ഒരു തരത്തിലുമില്ല. നമ്മളൊക്കെ ഒരു മുന്നണിയെ ഇടതുപക്ഷത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരെ ആ തരത്തിലേക്ക് കൊണ്ടുപോയി എന്നല്ലാതെ അതിന്റെ സാധാരണ പ്രവർത്തകർ, ഒരുപക്ഷെ KM മാണിയുടെ കേരള കോൺഗ്രസിനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഈ പേരാവൂർ പ്രദേശത്തൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ പോലും ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്ത, അത് മാത്രമല്ല CPMനകത്തുള്ള അണികൾ പോലും വോട്ട് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ അണികൾ വോട്ട് ചെയ്യുക? അപ്പോൾ ഒരു തരത്തിലുള്ള ജനവിഭാഗവും CPMന്റെ കൂടെ നിന്നില്ല എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കെ സുധാകരന്റെ ലീഡ് ഉൾപ്പെടെ ബഹുമാനായ ഷാഫി പറമ്പിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ ഷാഫി പറമ്പിൽ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഷാഫി പറമ്പിലിനെതിരെ പറയുമ്പോഴും അവിടുത്തെ ജനവികാരം ഷാഫി പറമ്പിലിന്റെ കൂടിയായിരുന്നു. അതിന് കാരണം മട്ടന്നൂരിനകത്ത് ഒരു പക്ഷേ MLA ആയി തുടർന്നു പോവേണ്ടിയിരുന്ന ശൈലജ ടീച്ചറെ ഇവിടെ നിന്നും പിണറായി വിജയന്റെ നിർബന്ധ പ്രകാരമായിരുന്നു മാറ്റി വന്നത് എന്ന് കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനകത്ത്. അതുകൊണ്ട് ശൈലജ ടീച്ചർ പോലെയുള്ള ഒരാൾ 2.5 വർഷം കൂടി മട്ടന്നൂരിനകത്ത് MLA ആയി തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ തട്ടകൊയിനി മലബാറിലേക്ക് വരുന്നു. യൂത്ത് കോൺഗ്രസിന് വലിയ പ്രവർത്തന മികവിന്റെ കാര്യം കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നതാണ് സ്വാഭാവികമായിട്ടും. ഷാഫിയുടെ
പ്രവർത്തന മണ്ഡലം ഇങ്ങോട്ടേക്ക് മലബാറിലേക്ക് വരുമ്പോൾ? തീർച്ചയായിട്ടും ഒരു ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് ഏറ്റവും ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു യൂത്ത് ലീഡറാണ് ഷാഫി പറമ്പിൽ. വടകരയുടെ മണ്ണിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ മലബാറിലെ മുഴുവൻ ഒരു യൂത്ത് ലീഡർഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഷാഫി പറമ്പിലിന്റെ ഈ ഒരു വിജയം വലിയ രൂപത്തിൽ സഹായകരമാകും. എന്തായാലും കേരളത്തിലൊരു UDF തരംഗം നിലനിൽക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിലും വരും തെരഞ്ഞെടുപ്പുകളിലും സ്വാധീനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 100%. നമ്മൾ ഈ ഒരു ട്രെൻഡ് നിലനിർത്തി പോവുകയാണെങ്കിൽ, ഈ ഒരു ട്രെൻഡ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ UDF തയ്യാറാണ്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ്. UDFനകത്തെ എല്ലാ മുന്നണികളും തയ്യാറാണ്. ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നത് കേവലം ഒരു പിണറായി വിജയന്റെ മാത്രം സിസ്റ്റമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ പൊളിച്ചെഴുതുവാൻ ഇടതുപക്ഷത്തിനകത്ത് തന്നെ സാധാരണ പ്രവർത്തകർ തയ്യാറായി വരുമ്പോൾ UDF കേരളത്തിനകത്ത് ഭരണത്തിലേക്ക് വരും. അതിനപ്പുറത്തോട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പിറകെ ഈ കേരളത്തിനകത്തെ പൊതുസമൂഹം നിലനിൽക്കുന്നു തന്നെയാണ് പറയാനുള്ളത്. അതാണ് രാഹുൽ ഗാന്ധിയെ പോലൊരാൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതിന്റെ ഒരു ഓളം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നമ്മോട് പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും ഈ എല്ലാ ആളുകളും ജനങ്ങൾക്കിടയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എത്രത്തോളമാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാവുന്ന ആളുകളായി മാറാൻ സാധിക്കുന്നത് എന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതിനപ്പുറം വിവിധങ്ങളായ പല ഘടകങ്ങൾ ഇതിനകത്ത് വോട്ട് രേഖപ്പെടുത്തുന്നതിൽ സ്വാധീനിക്കാറുണ്ട്. അത്തരത്തിൽ എവിടെയൊക്കെയാണ് വീഴ്ച സംഭവിച്ചത്, എന്താണ്, ഏതൊക്കെ മേഖലകളിലാണ്, എന്തൊക്കെയാണ് വോട്ടിൽ ചോരാനിടയായ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പരിശോധിച്ച് വരും ദിവസങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഒപ്പം നമ്മുടെ BJP NDA കേരളത്തിൽ തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. തൃശ്ശൂരിങ് എടുക്കുമെന്ന് കഴിഞ്ഞ തവണ പറഞ്ഞെങ്കിൽ അത് കഴിഞ്ഞ തവണ കൊടുത്തില്ലെങ്കിൽ ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. അവർ ആരെ വേണമെന്ന് തീരുമാനിച്ചാൽ അവരോടൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് ഇത്തരം രാഷ്ട്രീയ ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയ നേതാക്കൾക്കും ചെയ്യാനുള്ളത്. വീണ്ടും മറ്റൊരു കാണാൻ തിരിഞ്ഞ സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് സ്നേഹവും നന്ദിയായിരിക്കും. നന്ദി.